are grateful that God has blessed us abundantly. വളരെ സമൃദ്ധിയായി നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചതോർത്ത് നമുക്ക് നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിക്കാം. We thank the Lord for the wonderful relationships that the Lord has given to us. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ആത്മബന്ധം ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നതോർത്ത് കർത്താവിന് മഹത്വം കരേറ്റാം. We thank the Lord for the wonderful relationship the Lord has given to us with the Chief Minister, Sri Oommen Chandy. And we thank the Lord for all the political leaders who have come and who have assisted and helped us in many different ways. നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻ ചാണ്ടിയുമായും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും ഭരണാധികാരികളുമായും നമുക്ക് സഭയായി നൽകിയിരിക്കുന്ന നല്ല ബന്ധത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യുകയും അവർക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കുകയും ചെയ്യാം. Above all, I want to thank our Father for the relationship that we have with His Son, Jesus Christ. തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തോട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹീതമായ കൂട്ടായ്മ ബന്ധത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Would you raise your hand and give thanks and praise to God for the relationship that we have with His Son, Jesus Christ? കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ദൈവം തന്നിരിക്കുന്ന ആ വലിയ സ്നേഹ ബന്ധത്തിനായി കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. Hallelujah. 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 I'm grateful for Pastor Rajapokala. I'm grateful for all the executives of the General Council and all the states and all the regions and all the pastors and believers who serve our Lord and Savior Jesus Christ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രാജു പൂക്കാല, IPCയുടെ ജനറൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രിയപ്പെട്ടവർ, വിവിധ സ്റ്റേറ്റുകളിലും റീജിയനുകളിലും അതേ കർത്താവിന്റെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീതരായ കർത്തദാസന്മാർ, പാസ്റ്റർമാർ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. I am grateful that God has sent Pastor Emmanuel Garib from Kuwait, and we are grateful for the assistance that He gives to IPC. കുവൈറ്റിൽ നിന്ന് പാസ്റ്റർ ഇമ്മാനുവേൽ ഇവിടെ വരുവാൻ ഇടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക നമുക്ക് അദ്ദേഹത്തിലൂടെ ലഭിക്കുന്ന എല്ലാ സേവനങ്ങൾക്കും സഹായങ്ങൾക്കുമായി നന്ദി പറയുന്നു. It was in the year 1990, 24 years ago, that the Hubble Space Telescope was sent to the space in orbit. ഏകദേശം 24 വർഷങ്ങൾക്ക് മുമ്പ് 1990 ഹബിൾ സ്കോപ്പ് ദൂരദർശിനി സ്പേസിലേക്ക് ലോകം അയക്കുവാനിടയായി തീർന്നത്. It was sent on Space Shuttle Discovery. ഡിസ്കവറി എന്ന സ്പേസ് ഷട്ടിലാണ് ഹബിൾ സ്കോപ്പ് ടെലിസ്കോപ്പ് അതെ ബഹിരാകാശത്തിലേക്ക് അയച്ചത്. It was the most powerful camera and the most powerful telescope that the world has seen and made, and was sent to the space. ലോകം കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ലോകം നിർമ്മിച്ചിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും വലിയ ക്യാമറ ആയിരുന്നു ഈ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിൽ അത് ഘടിപ്പിച്ചിരുന്നത്. The camera lens was 8 feet in diameter. അതെ 8 അടി വ്യാസമായിരുന്നു ആ ക്യാമറയുടെ ലെൻസിന് ഉണ്ടായിരുന്നത്. The lens weighed 828 kilos. ഏകദേശം 884 കിലോ ഭാരമായിരുന്നു ആ ക്യാമറയുടെ ലെൻസിന് ഉണ്ടായിരുന്നത്. It was the most expensive project that the United States had undertaken. അമേരിക്ക ഏറ്റെടുത്തിട്ടുള്ളതിലേക്കും ഏറ്റവും ഭീമാകാരമായ ചിലവുള്ള ഒരു സംരംഭമായിരുന്നു അത്. It was based on the research that Dr. Edward Hubble had done in 1953. 1953 എഡ്വേർഡ് ഹബിൾ എന്ന പ്രസിദ്ധനായ ശാസ്ത്രജ്ഞന്റെ പരീക്ഷണങ്ങളിലൂടെയാണ് ഈ ചിന്ത ഈ ആശയം ലഭിക്കാനിടയായി തീർന്നത്. One of the greatest scientific breakthrough of the 20th century. അതെ 20ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. He discovered that the universe was expanding. അദ്ദേഹമാണ് ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ആദ്യമായി കണ്ടുപിടിച്ച് ലോകത്തെ അറിയിച്ചത്. And others continued to do research for 17 more years. പിന്നീട് 17 ദീർഘവർഷങ്ങളിലൂടെ മറ്റ് ശാസ്ത്രജ്ഞന്മാർ ആ തലത്തിലുള്ളതായ ഗവേഷണങ്ങളും അന്വേഷണങ്ങളും നടത്തി. The United States government was finally convinced that this project needs to be funded. ഒടുവിൽ അതെ അമേരിക്കൻ ഗവൺമെന്റ് തീരുമാനിച്ചു ഈ വലിയ സംരംഭത്തിന് വേണ്ടിയതായ പണം നൽകി അത് വിജയിപ്പിക്കണമെന്ന്. So it took another 20 years for them to send this telescope into space, and it was orbiting at 352 miles above the earth. ഈ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ്
ബഹിരാകാശത്തിലേക്ക് അയക്കുന്നതിന് വീണ്ടും ഗവൺമെന്റ് അക്ഷീണ പരിശ്രമം 20 നീണ്ട വർഷങ്ങൾ നടത്തിയ ശേഷമാണ് അത് ബഹിരാകാശത്തിലേക്ക് അയച്ചത്. They spent 10,000 crores of dollars. ഏകദേശം 10,000 കോടി രൂപ അതിനുവേണ്ടി ഗവൺമെന്റ് ചെലവഴിക്കാനിടയായി തീർന്നു. And they sent the space shuttle, and the telescope was orbiting 352 miles around the earth. ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് പ്രകാരം ബഹിരാകാശത്തിലേക്ക് അയക്കുവാനും അത് ബഹുദൂരത്തിൽ അത് അനേക മൈലുകൾ അത് ഭ്രമണപഥത്തിലൂടെ അത് കറങ്ങിക്കൊണ്ടിരിക്കുവാനും ഇടയായി. But there was one major problem. എന്നാൽ ഈ ഹബിൾ സ്പേസ് ടെലസ്കോപ്പിന് ഒരു പ്രശ്നം നേരിട്ടു, ഒരു കുഴപ്പം നേരിട്ടിരുന്നു. The pictures that the Hubble's telescope was sending was all blurred, and there was no clarity to the pictures. ഈ ദൂരദർശനയുടെ ക്യാമറയിലൂടെ ബഹിരാകാശത്ത് നിന്ന് എടുത്തിരുന്നതായ പടങ്ങൾക്ക് വേണ്ടത്ര വ്യക്തതയില്ലായിരുന്നു. And it was useless, and they had spent 10,000 crores of rupees. അത്ര വലിയ ലെൻസ് പ്രയോജനകരമില്ലാതെ വന്നതുകൊണ്ട് 10,000 കോടിയോളം ഡോളറുകൾ അവർ വ്യർത്ഥമാക്കി കളയേണ്ടി വന്നു, അത് നശിച്ചുപോയി. It took another 3 years of research before they sent another crew on a space shuttle to go and repair, because the lens was not properly placed. ഈ ഭീകരമായ ദൂരദർശനയുടെ ലെൻസ് കേടായി പോയത് നന്നാക്കാൻ വീണ്ടും 3 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു സ്പേസ് ഷട്ടിൽ അയച്ചാണ് അത് നന്നാക്കുന്ന പ്രവൃത്തി അവർ ചെയ്തത്. And after it was repaired, for the first time human beings saw images and pictures that the human eye had never seen of galaxies in the universe. ഈ ദൂരദർശനയുടെ ലെൻസ് അപ്രകാരം ശരിയായതിനു ശേഷമാണ് ലോക ചരിത്രം കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ലോകം കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും വ്യക്തതയുള്ള ഈ ചുറ്റുപാടുമുള്ള പ്രപഞ്ചത്തിലെ നക്ഷത്ര സമൂഹങ്ങളുടെ താരാപഥങ്ങളുടെ വ്യക്തമായ ചിത്രം ലോകത്തിന് ആദ്യമായി ലഭിച്ചത്. The first set of pictures revealed there were 3,000 galaxies that the astronomers had not known before. ഒന്നാമത് ആ ദൂരദർശിനി എടുത്ത പടത്തിലൂടെയാണ് ലോകം അറിയുവാനിടയായി തീർന്നു അതുവരെ ശാസ്ത്രജ്ഞന്മാർ കണ്ടിട്ടില്ലാത്ത 3000 താരാപഥങ്ങൾ, നക്ഷത്ര സമൂഹങ്ങൾ, ഗാലക്സികൾ ഉണ്ടെന്നുള്ളത്. About 6 years ago they discovered another solar system that the scientists never knew anything about. 6 വർഷങ്ങൾക്ക് ശേഷം പിന്നീട് മറ്റൊരു സോളാർ സിസ്റ്റം, മറ്റ് താരാപഥം കണ്ടെത്തുവാനിടയായി. അതും അതിനു മുൻപ് ശാസ്ത്രജ്ഞന്മാർ കണ്ടിരുന്നതല്ല. You can go on a computer and see the images every day that is received from the Hubble telescope, and they are discovering new galaxies all the time. കമ്പ്യൂട്ടറിലൂടെ നാം പരിശോധിക്കുവാനിടയാകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു ഹബിൾ സ്പേസ് ഈ ടെലസ്കോപ്പ് ദിവസം തോറും എടുത്ത് ഭൂമിയിലേക്ക് അയക്കുന്ന 100 കണക്കിന് ചിത്രങ്ങൾ ഇന്ന് ലോകത്തിൽ ലഭ്യമാണ്. The problem was they did not correct the lens, and therefore it did not send the correct pictures the first time. ആദ്യം അയച്ച സമയത്ത് അതിന്റെ ലെൻസ് ശരിയാക്കിയിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് വ്യക്തതയില്ലാത്ത ചിത്രങ്ങൾ ആദ്യം ലഭിക്കേണ്ടി വന്നത്. It was the largest camera. വലിയ ക്യാമറയിലെ ലെൻസ് കൊണ്ട് പടമെടുത്തിട്ടു. It was the most powerful lens that was ever made. ലോകത്തിൽ നിർമ്മിച്ചിട്ടുള്ളതിലേക്കും ഏറ്റവും ശക്തിയേറിയ ലെൻസിലൂടെ പടമെടുത്തിട്ടും വ്യക്തതയില്ലായിരുന്നു. It was the biggest project and had the biggest budget. വളരെയേറെ പണം, ഭീമാകാരമായ തുക, ഏറ്റവും വലിയ ചിലവ് ചെയ്ത് നിർമ്മിച്ചിട്ടും. You may be very big, you may have lots of money, but the most important thing in life is have clarity and focus to your life and your purpose. നിങ്ങൾക്ക് വലിയ വലിപ്പമുണ്ടായിരിക്കാം, വളരെ പണമുണ്ടായിരിക്കാം, എന്നാൽ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടായിരിക്കേണ്ടത് വ്യക്തമായ ഒരു ലക്ഷ്യം ജീവിതത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. Jesus came to this world with a clear focus in his mind. വ്യക്തമായ ഒരു ലക്ഷ്യത്തോടുകൂടെയാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. He came with a purpose to reveal God. ദൈവത്തെ വെളിപ്പെടുത്തുക എന്നത് തന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. He came to rescue sinners. പാപികളെ രക്ഷിക്കുക എന്നത് ക്രിസ്തുവിന്റെ ലക്ഷ്യമായിരുന്നു. He also came to rule this planet Earth. ഈ ഭൂമിയെ ഭരിക്കുക എന്നുള്ളതും കർത്താവിന്റെ ലക്ഷ്യമായിരുന്നു. When Pilate asked Jesus a question that we find in John chapter 18:37. യോഹന്നാന്റെ സുവിശേഷം 18:37 നാം കാണുന്നു പീലാത്തോസ് തന്നോടൊരു ചോദ്യം യേശുവിനോട് ചോദിച്ചു. And then Jesus answered, "For this reason I came to earth." അവിടെ യേശു വളരെ വ്യക്തമായി പീലാത്തോസിനോട് പറയുന്നു, ഞാൻ ഈ
ഭൂമിയിലേക്ക് വന്നത്. For this purpose, for this cause I was born. ഈ കാരണത്തിനു വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിൽ ജനിക്കുവാനിടയായത്. I came to testify about the truth. ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിനാണ് ഈ ഭൂമിയിലേക്ക് വരുവാനിടയായത്. Everyone that listens to the truth will listen to me. അതെ, ആരെങ്കിലും സത്യം ശ്രവിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ എന്നെ ശ്രവിക്കുക. Everyone that is on the side of truth will listen to me. അതെ, സത്യത്തിന്റെ ഭാഗത്തുള്ള ഏവരും എന്നെ ശ്രദ്ധിക്കും. Jesus came to speak the words of his Father. അതെ, പിതാവിന്റെ വാക്കുകൾ നമ്മെ അറിയിക്കുവാനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. Jesus said the Father sent me. അതെ, കർത്താവ് പറഞ്ഞു പിതാവ് എന്നെ അയച്ചിരിക്കുന്നു. Jesus said the Father commanded me as to what to say to you. നിങ്ങളോട് ഞാൻ എന്ത് സംസാരിക്കണമെന്ന് പിതാവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. Not only what to say but how to say it. എന്ത് പറയണമെന്ന് മാത്രമല്ല എങ്ങനെ സംസാരിക്കണമെന്നും പിതാവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. Jesus said I am the light of the world. യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. Jesus said I am the bread of life. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. If you eat my words it will give life and it is spirit, it will quicken your spirit. നിങ്ങൾ എന്റെ വചനം ഭക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് ശക്തി തരും, ചൈതന്യം തരും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. Jesus said if you eat my words you will never taste death. അതെ, ഒരിക്കലും നിങ്ങൾ എന്റെ വചനം ഭക്ഷിച്ചാൽ മരണം ആസ്വദിക്കയില്ല. Jesus said I also came to do the Father's work. പിതാവിന്റെ പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുവാൻ വന്നിട്ടുള്ളത്. I also came to finish the work that the Father sent me for. പിതാവിനെ എന്തിനു വേണ്ടി അയച്ചോ ആ ജോലി തികയ്ക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. Jesus said I came to save the world from sin. അതെ, ലോകത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. He said I came to die and to be executed on the cross. അതെ, ഞാൻ മരിക്കുവാൻ വേണ്ടിയാണ്, കാൽവറിയിൽ മരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. He said I came to forgive sins. ഞാൻ പാപങ്ങളെ ക്ഷമിക്കുവാൻ വേണ്ടിയാണ് വന്നത്. Jesus accomplished 27 impossible missions that the Father sent him for. ഈ ഭൂമിയിൽ ആരെക്കൊണ്ടും ചെയ്തെടുക്കുവാൻ കഴിയാത്ത 27 ദൗത്യങ്ങൾ പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ചത് യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തു. And after he ascended to the Father, he still continues to do 6 things that he promised. താൻ ഭൂമിയിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്ത ശേഷം ഇന്ന് പിതാവ് പറഞ്ഞതനുസരിച്ച് 6 കാര്യങ്ങൾ മനുഷ്യന് വേണ്ടി ചെയ്തുകൊണ്ട് സ്വർഗ്ഗത്തിൽ വസിക്കുന്നു. He said I go to the Father so that I might send you the Holy Spirit. ഞാൻ പിതാവിനോട് അപേക്ഷിച്ച് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചു തരും. If you ask anything in prayer taking my name, the Father will answer that for എന്റെ you. നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്നതിനൊക്കെയും ഞാൻ നിങ്ങൾക്ക് പിതാവ് നിങ്ങൾക്ക് മറുപടി തരും. I go to prepare a place for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. For those who follow me, for those who are my disciples, I am going to prepare a place for them. എന്നെ പിൻപറ്റുന്ന എന്റെ ശിഷ്യന്മാരെ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സ്ഥലം സ്വർഗ്ഗത്തിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. He also said I will return to earth and take us to be with him. തന്നെയുമല്ല ഞാൻ വീണ്ടും നിങ്ങളെ എന്നോടുകൂടെ ചേർക്കേണ്ടതിന് മടങ്ങി വരുവാനിടയാകും. He also said I will come back to judge humanity. തന്നെയുമല്ല മനുഷ്യവർഗത്തെ ന്യായം വിധിക്കേണ്ടതിന് ഒരു ന്യായാധിപനായി ഞാൻ മടങ്ങി വരും. He said the Father has entrusted all judgment to me, his Son. എല്ലാ ന്യായവിധിയും പിതാവായ ദൈവം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്നും യേശു പറഞ്ഞു. This was the purpose for which Jesus was sent. ഈ ഉദ്ദേശത്തോടുകൂടെയാണ് യേശു ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടത്. It was a very clear purpose. വളരെ വ്യക്തമായ ഉദ്ദേശമായിരുന്നു യേശുവിന്റെ വരവ്. Every word that he uttered, every deed that he did, he fulfilled what the Father had sent him for. പിതാവ് തന്നെ എന്തിനു വേണ്ടി ലോകത്തിലേക്ക് അയച്ചോ ഉദ്ദേശം നിറവേറ്റപ്പെടേണ്ടതിനു വേണ്ടിയുള്ള വാക്കുകളും പ്രവൃത്തികളുമാണ് യേശു ചെയ്തത്. In the 4 Gospels, 4 സുവിശേഷങ്ങളിൽ there are more than 1900 statements of Jesus Christ. അതെ, യേശുക്രിസ്തുവിനെ കുറിച്ച് 1900 അതെ പ്രസ്താവനകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. And Jesus wants my life and your life to center and revolve around these words. അതെ, കാരണം ഈ വാക്കുകൾക്ക് ചുറ്റും എന്റെയും നിങ്ങളുടെയും ജീവിതം അത് വ്യക്തമായി രൂപപ്പെടണം എന്നാണ് കർത്താവ് ആഗ്രഹിച്ചത്. No man spoke like Jesus. ആരും കർത്താവിനെ പോലെ സംസാരിച്ചിട്ടില്ല. The greatest words ever heard by human ears was spoken by Jesus Christ. മനുഷ്യവർഗം കേട്ടിട്ടുള്ള വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്കുകൾ യേശു പറഞ്ഞ വാക്കുകൾ മാത്രമാണ്. No one ever did anything like Jesus Christ. യേശു ചെയ്തതുപോലെ ഒരു വ്യക്തിയും ഈ ലോകത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. The most important
person in the entire human history is Jesus Christ. ലോക ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ ഈ ലോക ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തി യേശു മാത്രമാണ്. Now your purpose and my purpose നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം is to know, is to love and to serve this one true God, Jesus Christ. ഏക സത്യദൈവമായ യേശുക്രിസ്തുവിനെ അറിയുക, സ്നേഹിക്കുക എന്നുള്ളതാണ് എൻ്റെ മേലും നിങ്ങളുടെ മേലുള്ള ദൈവം തന്നിരിക്കുന്ന ദൗത്യം. This is the purpose of God for you and me. എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അതാണ്. The purpose of God is that I know Jesus, that I love Jesus, that I serve Jesus and recognize that he is the one and true God. ദൈവം എന്നെ നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് നമ്മൾ യേശുവിനെ അറിയണം, നമ്മൾ യേശുവിനെ സ്നേഹിക്കണം, നമ്മൾ യേശുവിന്റെ വാകയായി തീരണം എന്നുള്ളതാണ്. I have read several biographies. ഞാൻ പല ജീവചരിത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. I have read the biography of Mahatma Gandhi. മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. I have read the several biographies of Winston Churchill. വിൻസ്റ്റൺ ചർച്ചിലിന്റെ പല ജീവചരിത്ര പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. I have read the biography of John F. Kennedy. ജോൺ എഫ് കെന്നഡിയുടെ ബയോഗ്രഫി ഞാൻ വായിച്ചിട്ടുണ്ട്. In all those biographies we find only few pages are devoted to their death, although they were significant political leaders. വളരെ പ്രാധാന്യമർഹിക്കുന്ന ലോകപ്രസിദ്ധരായ രാഷ്ട്രീയ നേതാക്കളായിരുന്നെങ്കിൽ പോലും അവരുടെയൊക്കെ ജീവചരിത്രത്തിൽ വളരെ പരിമിതമായ പേജുകൾ മാത്രമേ അവരുടെ മരണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. Even of Abraham Lincoln, the maximum number of pages is less than 10 pages that is devoted to their death or to their assassination. മഹാനായ എബ്രഹാം ലിങ്കന്റെ ജീവചരിത്രത്തിൽ പോലും അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് വളരെ 10-ലധികം ചുരുക്കം പേജുകൾ മാത്രമാണ് മാറ്റിവെച്ചിട്ടുള്ളത്. Less than 10% say of all the leaders, their life is given in 90%, but only 10% to their death and how they were assassinated. ബാക്കി ലോകത്തിലുള്ള ഏത് നേതാക്കന്മാരുടെ ജീവചരിത്രം എടുത്താലും 90% അവരുടെ ജീവിതത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. വളരെ കുറച്ച് 10% താഴെ മാത്രമേ അവരുടെ മരണത്തെക്കുറിച്ച് വിവരിക്കുവാൻ ജീവചരിത്ര പുസ്തകങ്ങളിൽ എടുത്തിട്ടുള്ളൂ. But all the gospel writers, Matthew, Mark, Luke and John, devote 1/3 of what they have written concerning the crucifixion and the death of our Lord Jesus Christ. എന്നാൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ തുടങ്ങിയതായ സുവിശേഷകന്മാര് അവരുടെ ചരിത്രത്തിൽ കർത്താവിനെ കുറിച്ച് എഴുതിയപ്പോൾ അവരാകെ എഴുതിയതിന്റെ 1/3 ഭാഗം മുഴുവനും യേശുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമാണ് എഴുതിയത്. Because they realized it was not an ordinary death. കാരണം അവർക്കറിയാം ഇതൊരു സാധാരണ മരണമായിരുന്നു എന്ന്. It was not the ordinary death of a political leader. സാധാരണ രാഷ്ട്രീയക്കാരന്റെ സാധാരണ മരണമല്ലായിരുന്നു യേശുവിന്റെ മരണം. It was not the death of an ordinary emperor. ഒരു സാധാരണ ചക്രവർത്തിയുടെ മരണമായിരുന്നില്ല യേശുവിന്റെ മരണം. He was greater than any political leader. ലോകത്തിലെ ഏത് രാഷ്ട്രീയ ഭരണാധികാരികളെക്കാളും വലിയവനായിരുന്നു He യേശു. was greater than any scientist. ഏത് ശാസ്ത്രജ്ഞനേക്കാളും വലിയവനായിരുന്നു യേശു. He was greater than any philosopher. ലോകത്തിലെ ഏത് തത്വചിന്തകനേക്കാളും വലിയവനായിരുന്നു He യേശു. was greater than any religious leader. ഏത് മത നേതാക്കളെക്കാളും വലിയവനായിരുന്നു യേശു. He was greater than any person that he can think of. നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന എത്ര മഹാനി ലോകത്തിലുണ്ടെങ്കിലും അവനേക്കാൾ മഹാനായിരുന്നു യേശു. His death is important. അതുകൊണ്ട് അവന്റെ മരണം പ്രാധാന്യമർഹിക്കുന്നു. His suffering is important. അവന്റെ കഷ്ടത അത് പ്രാധാന്യമർഹിക്കുന്നു. His crucifixion is important. അവന്റെ ക്രൂശീകരണം പ്രാധാന്യമർഹിക്കുന്നു. How you view that will affect your destiny. തീർച്ചയായിട്ടും നിങ്ങൾ യേശുവിന്റെ ക്രൂശീകരണത്തെയും മരണത്തെയും എങ്ങനെ കാണുന്നു അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. I want to focus on one detail. അതേ കർത്താവ് അനുഭവിച്ച കഷ്ടാനുഭവങ്ങളിൽ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ ശ്രദ്ധ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. One scripture. ഒരു വേദഭാഗം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്. We heard a powerful sermon from Pastor M.S. Samuel a while ago. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എം.എസ്. സാമുവേലിൽ നിന്ന് ശക്തമായ ഒരു പ്രഭാഷണം നിങ്ങൾ കേട്ടു കഴിഞ്ഞു. He focused on one aspect of the crucifixion. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ ഒരു വിഷയം അദ്ദേഹം തൊട്ട് സംസാരിച്ചു. I want to focus on verse 54 of chapter 27 of Matthew. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 54-ാം വാക്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. When Matthew chapter 27 verse 54. ശതാധിപനും അവനോട് കൂടെ യേശുവിനെ കാത്തു നിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യമെന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. The centurion belonged to the Roman government. റോമ ഗവൺമെന്റിന്റെ ശതാധിപനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിച്ചത്. The Roman soldiers
were not afraid of anything. ഒന്നിനെയും ഭയപ്പെടാത്തവരായിരുന്നു റോമൻ പടയാളികൾ. They were trained to be brave. They were trained to march into any capital and conquer those places. ഏത് സ്ഥലത്തേക്കും ശത്രുക്കളുടെ തലസ്ഥാന നഗരിയിലേക്കും ധീരമായി മാർച്ച് ചെയ്യുവാൻ ട്രെയിനിങ് ലഭിച്ചവരായിരുന്നു റോമൻ പടയാളികൾ. And this Roman centurion was assigned to see the execution of Jesus and two thieves. യേശുക്രിസ്തുവിനെയും കൂടെ ക്രൂശിക്കപ്പെട്ട രണ്ട് കള്ളന്മാരുടെയും ക്രൂശീകരണം നടപ്പിലാക്കുന്ന ചുമതലയായിരുന്നു ഈ റോമൻ ശതാധിപനുണ്ടായിരുന്നത്. He had heard about the claims of Jesus. യേശുക്രിസ്തുവിന്റെ അവകാശവാദങ്ങളെക്കുറിച്ച് ശതാധിപൻ കേട്ടിട്ടുണ്ട്. He had heard about the 6 trials that he had in 24 hours. 24 മണിക്കൂറിനുള്ളിൽ 6 ന്യായകോടതികളിൽ താൻ വിസ്തരിക്കപ്പെട്ടതിനെക്കുറിച്ച് ശതാധിപൻ കേട്ടിട്ടുണ്ട്. Finally he heard that Pilate asking him a question. ഒടുവിൽ പീലാത്തോസ് യേശുവിനോട് ഒരു ചോദ്യം ചോദിച്ചതിനെക്കുറിച്ച് ശതാധിപൻ കേട്ടിട്ടുണ്ട്. He heard how Caiaphas the high priest among the Jews also questioned him. അതുപോലെ തന്നെ യഹൂദന്മാരുടെ ന്യായശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും ഒക്കെ അവരെ ചോദ്യം ചെയ്തതായി ശതാധിപൻ കേട്ടിട്ടുണ്ട്. He had a feeling that Jesus was making bombastic claims. വളരെ ഇല്ലാത്ത ഊതി വീർപ്പിച്ചതായ അവകാശവാദങ്ങൾ യേശു പറയുകയാണെന്നാണ് ശതാധിപൻ ഓർത്തുപോയത്. But he knew there was something different about this Jesus. പക്ഷേ യേശു എന്ന ഈ വ്യക്തിയിൽ എന്തോ വ്യത്യസ്തതയുണ്ട് എന്നവന് തോന്നുന്നുണ്ടായിരുന്നു. This centurion Roman soldiers were trained not to be afraid of anything. ഒന്നിനെയും ഭയപ്പെടാത്ത നിലയിലുള്ള അഭ്യസനം ലഭിച്ചവരായിരുന്നു ഈ റോമൻ പടയാളികൾ. But Matthew, a credible witness, tells us something else. എന്നാൽ ഇവിടുന്ന് വളരെ വ്യത്യസ്തമായി ഇത് നേരിട്ട് കണ്ട മത്തായി പ്രത്യേകം പറയുന്നത് ശ്രദ്ധിക്കുക. He observed the centurion and the soldiers that were guarding Jesus observed certain things. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ശതാധിപനും അവരോട് കൂടെയുള്ള പടയാളികളും ചില കാര്യങ്ങൾ വ്യക്തമായി വീക്ഷിച്ചുകൊണ്ടിരുന്നു. When you read from verse 45, you read the things that they observed. 45 മുതലുള്ള വാക്യങ്ങൾ 27 അധ്യായത്തിൽ വായിക്കുമ്പോൾ അവർ എന്തൊക്കെയാണ് നേരിട്ട് കണ്ടത് എന്നവിടെ കാണാൻ കഴിയും. From the 6th hour, which is 12 o'clock at noon, until the 9th hour, which is 3 o'clock in the afternoon, there was tremendous darkness all over the land. അതേ പകല് ഉച്ച സമയം മുതൽ വൈകുന്നേരമാകുന്ന സമയം വരെയുള്ള ആ ദീർഘമായ മണിക്കൂറുകൾ വലിയ മാറ്റങ്ങൾ ദേശത്തുണ്ടായി. ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. It was not ordinary darkness. അത് സാധാരണ ഇരുട്ടായിരുന്നില്ല. It was great darkness. അതേ വളരെ ശക്തമായ ഇരുട്ടാണ് ഉണ്ടായത്. It affected all the towns and the villages all over that place. ആ പ്രദേശത്ത് ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളെ പട്ടണങ്ങളെ മുഴുവനും ഇരുട്ടിലാഴ്ത്തി. When Luke records the same thing, ലൂക്കോസ് അതേ കാര്യം തന്നെ എഴുതുമ്പോൾ Luke investigated as to what happened during that time. ആ സമയത്ത് എന്തൊക്കെ നടന്നുവെന്ന് ലൂക്കോസ് പര്യവേഷണം നടത്തി. It affected the whole region and that whole land. ആ പ്രദേശങ്ങളൊക്കെ താൻ പരിശോധിച്ചു എന്തൊക്കെ ആ സമയത്ത് നടന്നുവെന്ന്. It was not ordinary darkness. അതൊരു സാധാരണ ഇരുട്ടായിരുന്നില്ല. God was showing some signs that the one that was being executed was not an ordinary man. ഇവിടെ ക്രൂശിക്കപ്പെട്ട് മരിക്കുവാൻ പോകുന്ന ഈ വ്യക്തി ഒരു സാധാരണക്കാരനല്ലെന്ന് ലോകത്തെ കാണിക്കേണ്ടതിന് ചില വ്യത്യസ്ത കാര്യങ്ങൾ ദൈവം ചെയ്യുകയായിരുന്നു. When Jesus was born, യേശു ജനിച്ചപ്പോൾ God put a new star in the sky. ഇത് ആകാശത്തെ ലോകത്തിൽ ദൈവം ഒരു പുതിയ നക്ഷത്രം കൊണ്ടുവന്നാക്കി. When Jesus was being crucified, യേശു ക്രൂശിക്കപ്പെട്ട സമയത്ത് God decided to switch off the light. പ്രകാശം കെടുത്തിക്കളയുവാൻ സൂര്യനെ ഇരുട്ടിക്കളയുവാൻ ദൈവം തീരുമാനിച്ചു. God can do whatever he wants to do whenever he wants to do it. അതെ എപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാലും ചെയ്യുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. In the Old Testament we find Joshua said, "Sun, stand still in the valley of Gibeon." അതെ ഗിബെയോൻ താഴ്വരയിൽ നിൽക്കുവാൻ യോശുവ സൂര്യനോട് കൽപ്പിച്ചതായി നാം കാണുന്നു. In Hezekiah we read in the Old Testament when Hezekiah prayed that God turned the degrees of the sun 10 degrees backward. അതെ എസ്കിയാവ് പ്രാർത്ഥിച്ചതായ സമയത്ത് യെശയ്യാവ് പ്രാർത്ഥിച്ചതായ സമയത്ത് എസ്കിയാവിന് വേണ്ടി 15 ഡിഗ്രി സൂര്യൻ പുറകോട്ട് പടി കയറി വന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. The sun is 35 times bigger than the earth. ഭൂമിയേക്കാളും 35 ഇരട്ടി വലിപ്പമുള്ളതാണ് സൂര്യൻ. When you boil water at 100 degrees centigrade. 100 ഡിഗ്രി സെൽഷ്യസ് സെന്റിഗ്രേഡിലാണ് നമ്മൾ വെള്ളം തിളപ്പിക്കുന്നത്. But when the sun's heat is 1.5 crores centigrade. എന്നാൽ സൂര്യൻ എരിയുന്ന ചൂടെന്ന് പറയുന്നത് 1.5 കോടി സെന്റിഗ്രേഡ് ചൂടാണ്. 1.5 crores Celsius. 1.5 കോടി സെൽഷ്യസ് സെന്റിഗ്രേഡിലാണ് ചൂടിലാണ് സൂര്യൻ എരിഞ്ഞു പ്രകാശിക്കുന്നത്. What did God do? എന്താണ് ദൈവം ഇവിടെ ചെയ്തത്?
he switched off the light for 3 hours. അതെ 3 മണിക്കൂറേക്ക് ആ എരിഞ്ഞു പ്രകാശിക്കുന്ന 1.5 കോടി സെൽഷ്യസിൽ പ്രകാശിക്കുന്ന സൂര്യനെ ദൈവം അടച്ചു കളഞ്ഞു, ഓഫ് ചെയ്തു കളഞ്ഞു. There were miracles at his birth, but there were also miracles at his death. അതെ കർത്താവിന് സ്തോത്രം. അതെ ധാരാളം അത്ഭുതങ്ങൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇനിയും വലിയ അത്ഭുതങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. Some critics said it was a natural eclipse. ചില ആളുകൾ പറയുന്നത് ഇത് സാധാരണയായിട്ട് ആ സമയത്തുണ്ടായ ഒരു ഗ്രഹണമാണെന്നാണ്. But the crucifixion happened during the time of the Passover. എന്നാൽ പെസഹയുടെ സമയത്താണ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം നടന്നത്. And the Passover always happens at full moon. പൂർണ്ണ ചന്ദ്രനുള്ള സമയങ്ങളിൽ മാത്രമാണ് പെസഹ ആചരിച്ചിരുന്നത്. So no eclipse can happen at full moon. ഒരിക്കലും അതെ ഈ പെസഹ നടന്നതായിട്ടുള്ള സമയത്ത് ഒരു ഗ്രഹണത്തിന്റെ ഭാഗമായിട്ടല്ല സൂര്യപ്രകാശം കിട്ടാതെ പോയത്. It was not a natural phenomena. ഒരു സാധാരണ അതെ ഭൂമിയിൽ നടക്കുന്ന ഒരു പ്രതിഭാസമായിരുന്നില്ല. The creation was groaning. അതെ സൃഷ്ടി അതെ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. Even the sun decided not to give light for 3 hours. അതെ 3 മണിക്കൂറേക്ക് ഈ ഭൂമിയിലേക്ക് പ്രകാശിക്കാതിരിക്കുവാൻ സൂര്യൻ തീരുമാനിച്ചു. The second miracle, രണ്ടാമത്തെ അത്ഭുതം, we read that in verse 51. 51-ാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. We know how the curtain, the veil in the temple was rent from top to bottom. യെരൂശലേം ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി ചിന്തിപ്പോയി. Which divided the holy place and the holy of holy places. വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർപിരിക്കുന്നതായ വലിയ തിരശ്ശീല. And that curtain was not torn by human hand. ഒരിക്കലും മനുഷ്യകരങ്ങൾ കൊണ്ട് ആ തിരശ്ശീല ചിന്തുവാൻ കഴിയില്ല. The curtains that we see can be torn by one hand. അത് ഒരിക്കലും ഒരു കൈ കൊണ്ട് വലിച്ചു കീറുവാൻ കഴിയുന്നതല്ല തിരശ്ശീല. The curtains that we see here can be torn with one hand. നാം കാണുന്നതായ തിരശ്ശീലകളൊക്കെ ഒറ്റ കൈ കൊണ്ട് വലിച്ചു കീറുവാൻ കഴിയും. But this curtain was as thick as the palm of a man's hand. ഒരു മനുഷ്യന്റെ വെള്ളയുടെ വീതി, കൈവെള്ളയുടെ വീതി ഉണ്ടായിരുന്നു ഈ തിരശ്ശീലയ്ക്ക്. This curtain was 1500 years old. 1500 വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ തിരശ്ശീല. It was made with strong material. വളരെ ശക്തിയുള്ള വസ്തുക്കൾ കൊണ്ട് നിർമ്മിതമായിരുന്നു ഈ തിരശ്ശീല. It was 60 feet high. 60 അടി ഉയരമുണ്ടായിരുന്നു ഈ തിരശ്ശീലയ്ക്ക്. The height of this bundle is only about less than 20 feet. ഒരുപക്ഷേ 20 അടി താഴെ 20 അടിയിൽ താഴെ മാത്രമേ ഈ ഉയരം ഈ പന്തലിൽ കാണുകയുള്ളൂ. It was 3 times the size of this bundle. ഇതിനേക്കാൾ 3 ഇരട്ടി ഉയരമുള്ള തിരശ്ശീല. It was 60 feet high. 60 അടി ഉയരമുള്ള തിരശ്ശീല. And 30 feet wide. 30 അടി വീതിയുള്ള തിരശ്ശീല. Jewish historians tell us that it took 300 priests to help it hang. യഹൂദ പണ്ഡിതന്മാർ പറയുന്നത് 300 പുരോഹിതന്മാർ ചേർന്നാണ് ഈ തിരശ്ശീല തൂക്കിയിരുന്നതെന്നാണ്. When Jesus died, യേശു മരിച്ച സമയത്ത് the curtain was torn from the top to the down. ഈ ഭീമാകാരമായ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറുവാനിടയായി. The most sophisticated religious system in the world was split wide open, so people knew that it was not just for certain people, but you have now access to God by your prayer and your faith in Jesus Christ. ലോകത്തിലെ ഏറ്റവും ശക്തമായ ചട്ടക്കൂടുണ്ടായിരുന്ന മതവ്യവസ്ഥയെ പൊളിച്ചുകൊണ്ട് ആർക്കും ദൈവസന്നിധിയിലേക്ക് പ്രവേശനം ഒരുക്കിക്കൊണ്ട് യേശു മരിച്ചപ്പോൾ ഈ അത്ഭുതം നടന്നു. You and I have access because the curtain was torn. ഈ തിരശ്ശീല ചിന്തിച്ചുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ദൈവസന്നിധിയിലേക്ക് ഇത് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. That is what the death and the crucifixion of Jesus did. ഇതാണ് യേശുവിന്റെ ക്രൂശീകരണത്തിൽ മരണസമയത്ത് നടന്നത്. The third miracle, മൂന്നാമത് നടന്നത് again in verse 51, അത് വീണ്ടും 51-ാം വാക്യത്തിൽ we തന്നെ find there was an earthquake. അവിടെ ഭൂമി കുലുങ്ങുവാനിടയായി. And then the rocks split. പാറകൾ പിളരുവാനിടയായി. There was an earthquake. അവിടെ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. We don't know how strong that earthquake was. ആ ഭൂകമ്പം എത്രമാത്രം ശക്തമായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. Roman writers who lived at that time talked about a severe earthquake that took place exactly the same time. ആ പ്രത്യേക സമയത്ത് തന്നെ വളരെ ഭീമാകാരമായ ശക്തമായ ഒരു ഭൂകമ്പം ഉണ്ടായതായി യഹൂദ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. It was not just Matthew, Mark, Luke and John that talk about earthquake, but even Roman historians and writers during that time talked about a severe earthquake. ബൈബിളിലെ എഴുത്തുകാരായ സുവിശേഷകരല്ല ആ വലിയ ഭൂകമ്പത്തെ കുറിച്ച് എഴുതിയിട്ടുള്ളത്. യഹൂദന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രത്തിലാണ് അത് എഴുതിയിട്ടുള്ളത്.
It was so severe that it split rocks. ഇവിടെ പറയുന്നത് പാറകൾ പിളരുവാനിടയായി. It was so strong that it split granite stones. It split stones and made a deafening noise. വളരെ ശക്തിയുള്ള ഗ്രാനൈറ്റ് കല്ലുകൾ പൊട്ടിത്തെറിക്കുന്ന, അത് കാതടപ്പിക്കുന്ന ശബ്ദത്തോടുകൂടി ആയിരിക്കും അപ്പോൾ ആ പാറകൾ പിളർന്നു തെറിച്ചത്. A week before Jesus was crucified, യേശു മരിക്കുന്ന ഒരാഴ്ച മുമ്പ് people were shouting Hosanna to the King. ജനങ്ങൾ ഒരുമിച്ച് യേശുവിന് ഹോസാന ആർത്തുപാടിയതാണ്. They were shouting Hosanna to the King of the Jews. അതെ, യഹൂദന്മാരുടെ രാജാവിന് ഹോസാന ഹോസാന എന്നവർ ആർത്തുപാടിയതാണ്. But now nobody was shouting, all were holding their peace. പക്ഷേ യേശു ക്രൂശിൽ മരിക്കുന്ന സമയത്ത് ഈ ഹോസാന പാടിയവർ ആരും ചുണ്ടനക്കുന്നില്ല, ശബ്ദമുണ്ടാകുന്നില്ല. Many people were healed, but not a single person raised their voice at that time. യേശുവിനാൽ അനേകർ സൗഖ്യമായതാണ്. യേശു മരിക്കുന്ന സമയത്ത് സൗഖ്യമായ ഒറ്റ വ്യക്തിയും ശബ്ദം വെച്ചില്ല. There were people that cried out to Jesus, have mercy on us, and like people like Bartimaeus and others cried out, but at this time there was nobody around the cross. ഭക്തിമായിയെ പോലെ അനേകർ അതെ ദാവീദ് പുത്ര കരുണയുണ്ടാകണമേ കരുണയുണ്ടാകണമേ എന്ന് അലറി നിലവിളിച്ചവര് ആരും ഇപ്പോൾ ശബ്ദം വെക്കുന്നില്ല. There was only one voice. ഒരൊറ്റ ശബ്ദം മാത്രം. There was only one ഒരൊറ്റ voice ശബ്ദം മാത്രം that cried against the injustice of Calvary. അതേ കാൽവറിയിൽ കാണുന്നതായ അന്യായത്തിനെതിരെ, നീതിരഹിതമായ ഈ പ്രവൃത്തിക്കെതിരെ ഒരു ശബ്ദം മാത്രം. That was the cry of the repentant dying thief. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് മാനസാന്തരപ്പെട്ട് നിലവിളിച്ച ആ കള്ളൻ, അവന്റെ നിലവിളിയുടെ ശബ്ദം മാത്രം. Jesus told the religious leaders who asked him to let people be quiet when they're shouting Hosanna, he said, if they stop, the rocks will cry out and praise God. ഹോശാന പാടിയതായ ജനങ്ങൾ ശബ്ദമുണ്ടാക്കാതിരിക്കാൻ മറ്റുള്ളവർ പറഞ്ഞപ്പോൾ നിങ്ങൾ അവരെ തടസ്സപ്പെടുത്തരുത്, അവർ പാടി ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് യേശു പറഞ്ഞായിരുന്നു. When all യേശുവിന്റെ എല്ലാ അനുയായികളും മിണ്ടാതിരുന്നപ്പോൾ the rocks split open with deafening noise. പാറകൾ കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ പൊട്ടിപ്പിളർന്നുകൊണ്ട് യേശുവിന്റെ മരണത്തിൽ ശബ്ദമുണ്ടായി. Child of God, if you don't praise God, God can cause the rocks to ദൈവത്തെ സ്തുതിക്കാതിരുന്നാൽ പാറകളെ കൊണ്ട് ആർത്തു വിളിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. He will bring praise from somewhere else. മറ്റു പലയിടത്തുനിന്നും സ്തുതി സ്തോത്രങ്ങൾ അവൻ ഉയർത്തും. The fourth miracle, നാലാമത്തെ അത്ഭുതം we read in verse 33. Verse 53. 53 വാക്യത്തിൽ നാം കാണുന്നു, That graves were opened. കല്ലറകൾ തുറക്കപ്പെടുവാനിടയായി. And Matthew is very careful and he said this miracle happened after the resurrection on Sunday. മത്തായി സുവിശേഷകൻ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്, ആ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം, ഞായറാഴ്ചയ്ക്ക് ശേഷമാണ് ഈ കല്ലറകൾ തുറന്ന് ആളുകൾ ഉയർത്തെഴുന്നേറ്റ് പ്രത്യക്ഷമായത്. And bodies of saints came alive. വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേറ്റ് മറ്റുള്ളവർക്ക് പ്രത്യക്ഷമായി. And people all over Jerusalem saw these saints personally. യെരുശലേമിലുള്ള പലരും ഈ ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരെ നേരിട്ട് കണ്ടു. They were people that they recognized. കാരണം അവർക്ക് കണ്ടാൽ തിരിച്ചറിയാവുന്നവരായിരുന്നു ഉയർത്തെഴുന്നേറ്റത്. They were people who died recently. അടുത്ത കാലത്ത് മരിച്ചവരായിരുന്നു ഉയർത്തെഴുന്നേറ്റത്. If my grandfather comes alive, I can recognize him. എന്റെ പിതാമകൻ ഉയർത്തെഴുന്നേറ്റ് വന്നാൽ എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. If Pastor C.K. Daniel comes alive, I can recognize him. Pastor C.K. Daniel ഉയർത്തെഴുന്നേറ്റ് വന്നാൽ എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ If കഴിയും. Pastor T.G. Uman comes alive, I can recognize him. Pastor T.G. Uman ഉയർത്തെഴുന്നേറ്റ് വന്നാൽ എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ Because കഴിയും. they died while I was alive. അതേ കാരണം ഞാൻ ജീവനോടെ ഇരുന്നപ്പോൾ അവർ മരിച്ചവരാണ്. So these were saints that died recently, and all of Jerusalem saw many saints come alive. യെരുശലേമിലെല്ലാം ഉള്ള അനേക ആളുകൾ അവർക്കറിയാമായിരുന്ന പലരും ആ അടുത്ത കാലങ്ങളിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റത് കണ്ടു. That was a miracle. അതൊരു അത്ഭുതമായിരുന്നു. That was a miracle. അതൊരു അത്ഭുതമായിരുന്നു. What it tells me is that Christ's death disarmed and disabled death itself. അതെ, വളരെ വ്യക്തമായിട്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം, യേശുക്രിസ്തുവിന്റെ മരണം, അതെ, മനുഷ്യൻ ഭയപ്പെട്ട മരണത്തെ നിർവീര്യമാക്കി കളഞ്ഞു. The centurion ശതാധിപൻ and the Roman soldiers റോമൻ പടയാളികളും witnessed
witnessed many of these miracles. ഈ ഇവിടെ പറയുന്ന പല അത്ഭുതങ്ങൾക്കും സാക്ഷി They വഹിച്ചവരാണ്. witnessed the darkened sky. അതെ, സൂര്യൻ ഇരുളുന്നത് അവർ കണ്ടു. They witnessed the thunder that came from the rocks being split. അതെ, പാറകൾ പിളർന്നുണ്ടായ ശബ്ദം അവർ കേട്ടു. They realized it was not an ordinary earthquake, it was number 10 on the Richter scale. അതെ, ഒരിക്കലും ഒരു സാധാരണ ഭൂകമ്പമല്ല. റിക്ടർ സ്കെയിലിൽ 10-ലധികം ഡിഗ്രി അത് കാണിക്കാവുന്ന വലിയ ഭൂകമ്പമായിരുന്നു. He had never witnessed anything like this. ഇങ്ങനെയുള്ളതൊന്നും അവർ അതിനു മുൻപ് കേട്ടിരുന്നില്ല, കണ്ടിരുന്നില്ല. He had never witnessed anything that he saw, and also never heard the kind of words that he heard that came from the mouth of Jesus. യേശുവിന്റെ വായിൽ നിന്ന് വന്നതുപോലെ ക്രൂശീകരണ സമയത്ത് മറ്റാരുടെയും വായിൽ നിന്നുള്ള ആ സാധനത്തിന്റെ വാക്കുകൾ ഈ ശതാധിപതിനു മുൻപ് കേട്ടിട്ടില്ല. While he was being nailed, Jesus was praying for his enemies. താൻ അടിപ്പിക്കപ്പെടുമ്പോൾ, ആണിതന്റെ മേൽ അടിക്കുമ്പോൾ താൻ ശത്രുവിനു വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. While people were torturing him, Jesus was praying for their enemies. തന്നെ മനുഷ്യർ പീഡിപ്പിച്ചപ്പോൾ അവർക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുകയായിരുന്നു. Jesus said, Father, forgive them, for they know not what they do. അവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു പ്രാർത്ഥിക്കുകയായിരുന്നു. And when Jesus said that, തുടർന്ന് യേശു പറയുവാനിടയായി, it was not a one-time prayer. യേശു അന്ന് നടത്തിയ പ്രാർത്ഥന ഒരിക്കലായുള്ള ഒരു പ്രാർത്ഥനയായിരുന്നില്ല. It was an imperfect tense. He was continually praying that. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തുടർച്ചയാകാലത്തെ കാണിക്കുന്ന ഒരു പ്രയോഗമായതുകൊണ്ട് ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രാർത്ഥനയാണ് യേശു കാൽവറിയിൽ ആരംഭിച്ചത്. He was continually saying, Father, forgive him. Father, forgive her. Father, forgive the soldier. Father, forgive the centurion. They know not what they do. എന്ത് ഇവർ ചെയ്യുന്നറിയായികയാൽ കർത്താവേ ഇവരോട് ക്ഷമിക്കണമേ, പടയാളിയോട് ക്ഷമിക്കണമേ, ഈ സഹോദരനോട് ക്ഷമിക്കണമേ, ഈ സഹോദരിയോട് ക്ഷമിക്കണമേ. യേശു പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുന്നു. The centurion heard these words. ശതാധിപൻ ഈ വാക്കുകൾ കേട്ടു. He said, he's not an ordinary person. ശതാധിപന് മനസ്സിലായി, ഈ ക്രൂശിക്കപ്പെടുന്നവർ സാധാരണക്കാരനല്ല. When he's being tortured, he's praying for them. അതെ, താൻ വളരെയധികം പീഡിപ്പിക്കപ്പെടുമ്പോൾ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു. He was offering forgiveness. തന്നെയുമല്ല അവരവർക്ക് ക്ഷമ നൽകി കൊടുക്കുകയും ചെയ്തു. Man's greatest need is not health. ആരോഗ്യമല്ല മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം. Man's greatest need is not food. ഭക്ഷണമല്ല മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം. Man's greatest need is not clothing. അവന്റെ വസ്ത്രമല്ല മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം. Man's greatest need is not house and money. വീടും പണവുമല്ല മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം. The greatest need of man is forgiveness from God. ഭൂമിയിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം ദൈവത്തിൽ നിന്നുള്ള ക്ഷമയാണ്. Without forgiveness, a man is condemned to go to eternal hell. ഈ ക്ഷമ ദൈവത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും മനുഷ്യൻ നിത്യ നരകത്തിലേക്ക് വിധിക്കപ്പെടും. The greatest need of man is forgiveness. മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം ക്ഷമയാണ്. That is our need. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. Jesus came to forgive sins. യേശു വന്നത് പാപങ്ങളെ ക്ഷമിക്കുവാൻ വേണ്ടിയാണ്. I was preaching in a city in North India. നോർത്ത് ഇന്ത്യയിലുള്ളതായ ഒരു പട്ടണത്തിൽ ഞാൻ പ്രസംഗിക്കുകയായിരുന്നു. It was a large crusade. ഒരു വലിയ ക്രൂസൈഡ് ആയിരുന്നു. We were allowed to have the PA system only till 8:30 at night. അവിടെ 8:30 വരെ മാത്രമേ അത് മൈക്ക് പ്രവർത്തിപ്പിക്കുവാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. And then we were praying for hundreds and hundreds of people that responded to the altar call. യോഗം തീർന്നു കഴിയുമ്പോൾ അത് ഓൾട്ടർ കോളിൽ മുൻപോട്ട് കടന്നു വന്ന നൂറുകണക്കിന് ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. For nearly 3.5 hours till midnight we were praying for people. യോഗം കഴിഞ്ഞ ശേഷവും 1.5 മണിക്കൂർ അർദ്ധരാത്രി വരെയും രോഗികൾക്ക് വേണ്ടി മുൻപോട്ട് വന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. There was a well-dressed, educated couple standing patiently till midnight. അവിടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വളരെ ക്ഷമയോടെ വളരെ നല്ല വസ്ത്രധാരണം ചെയ്ത് മാന്യരായ ഒരു ദമ്പതികൾ അവിടെ നിന്നിരുന്നു. They came to me and said, "Sir, would you pray for us?" അവരെ കുറിച്ച് കഴിഞ്ഞപ്പോൾ എന്റെ അടുക്കലേക്ക് വന്നു. സാറേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Would you also pray for my son? തന്നെയുമല്ല ഞങ്ങളുടെ മകന് വേണ്ടിയും പ്രാർത്ഥിക്കണം. And then she testified, she said these words. തുടർന്ന് ആ സഹോദരി പ്രകാരം പറയുവാനിടയായി, I'm 62 years of age. ഞാൻ 62 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. I have heard all my life. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ വളരെ സമ്പാദിച്ചു. There is a God who punishes sin. ഞാൻ കേട്ടിട്ടുള്ളത്, അതെ, എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കേട്ടിട്ടുള്ളത് ശിക്ഷിക്കുന്ന ദൈവത്തെ കുറിച്ച് മാത്രമാണ്. Was an educated lady. അവർ വളരെ വിദ്യാസമ്പന്നയായ ഒരു Her സ്ത്രീയായിരുന്നു. husband was an engineer. അത് അവരുടെ ഭർത്താവ് ഒരു എഞ്ചിനീയർ ആണ്. All her 3 sons were engineers. മക്കൾ 3 പേരും എഞ്ചിനീയർമാരാണ്. She said, I am heard all my life there is a God who punishes sin. ഞാൻ എന്റെ ആയുസ്സിൽ കേട്ടിട്ടുള്ളത് മുഴുവനും
ശിക്ഷിക്കുന്ന ദൈവങ്ങളെ കുറിച്ചാണ്. But this is the first time I heard there is a God who can forgive my sins. എന്നാൽ എന്റെ പാപങ്ങൾ ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എന്റെ ആയുസ്സിൽ ഇതാദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. Dear friend, പ്രിയ സ്നേഹിത, those who are watching us by internet or television, ടെലിവിഷനിലൂടെ ഇന്റർനെറ്റിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, we are offering the message of Jesus Christ to you. യേശുക്രിസ്തുവിന്റെ സന്ദേശം ഞങ്ങൾ നിങ്ങൾക്കുമായി പങ്കുവെക്കുകയാണ്. He came to reveal God. അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവത്തെ വെളിപ്പെടുത്താൻ. He also came to rescue humanity from sin. മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ. And he also came to rule over your life. നിന്റെ ജീവിതത്തിന്റെ ഭരണകർത്തൃത്വം ഏറ്റെടുക്കുവാൻ യേശു ഈ ലോകത്തിലേക്ക് വന്നു. No one has made the claims like Jesus. യേശു ചെയ്തതുപോലെ അവകാശവാദങ്ങൾ ആരും ഈ ലോകത്ത് ചെയ്തിട്ടില്ല. He made 170 claims in the Gospels. 170 അവകാശവാദങ്ങൾ യേശു പറഞ്ഞിട്ടുള്ളത് സുവിശേഷം. No one in humanity has ever made those claims. അവയിൽ ഒന്നുപോലും ഈ ലോകത്തിൽ ഒരു മനുഷ്യ നേതാവും പറഞ്ഞിട്ടില്ല. We invite you to put your trust in Jesus, who only can forgive your sins. നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ കഴിയുന്ന യേശു മാത്രമേ ഉള്ളൂ. ആ യേശുവിൽ വിശ്വസിക്കുവാൻ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. And if he comes into your life, he can change your life. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ യേശു വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ മാറുവാനിടയായി തീരും. A pastor was pastoring in southern France. സദൻ ഫ്രാൻസിൽ ഒരു പാസ്റ്റർ ശുശ്രൂഷിച്ചുകൊണ്ടേയിരുന്നു. He was a new pastor. ഒരു പുതിയ പാസ്റ്ററായിട്ട് സഭയിലേക്ക് He വന്നതാണ്. was visiting each home. ഓരോ സഭയിലെ വീടുകളും അദ്ദേഹം ഇങ്ങനെ When സന്ദർശിച്ചു he വന്നു. visited one home, the wife was not there. അദ്ദേഹം ഒരു വീട് സന്ദർശിച്ച സമയത്ത് ഭാര്യ ആ വീട്ടിൽ ഇല്ലായിരുന്നു. And she had gone shopping. ഷോപ്പിങ്ങിന് വേണ്ടി പുറത്തു But പോയിരിക്കുകയായിരുന്നു. talked to the husband. എന്നാൽ ഭർത്താവ് മാത്രമേ ആ വീട്ടിൽ When ഉണ്ടായിരുന്നുള്ളൂ. she came back from shopping, the wife was told the pastor had come. അതെ, ഷോപ്പിംഗ് കഴിഞ്ഞ് ഭാര്യ വീട്ടിൽ വന്നപ്പോഴാണ് ഭർത്താവ് പറഞ്ഞത് പാസ്റ്റർ വീട്ടിൽ വന്നിരുന്നു. The wife wanted to know, what did the pastor say? What did the pastor say? പെട്ടെന്ന് ഈ ഭാര്യ ചോദിച്ചു ഭർത്താവിനോട്, പാസ്റ്റർ എന്നിട്ട് എന്ത് പറഞ്ഞു? The pastor said, does Jesus live here? പാസ്റ്റർ ചോദിച്ചത്, യേശു ഇവിടെ ജീവിക്കുന്നുണ്ടോ? ഈ വീട്ടിൽ യേശു ഉണ്ടോ? She said, did you tell them that we are elders of the church? നമ്മൾ സഭയിലെ പ്രധാനികളാണ്, മൂപ്പന്മാരാണ് എന്നുള്ള കാര്യമൊക്കെ പാസ്റ്ററോട് പറഞ്ഞില്ലേ? Did you tell them that we give more money to church than anybody else? മറ്റാരും കൊടുക്കുന്നതിനേക്കാൾ സഭയ്ക്ക് കൂടുതൽ പണം കൊടുക്കുന്നത് നമ്മളാണെന്നുള്ള കാര്യം പാസ്റ്ററോട് പറഞ്ഞില്ലേ? Did you tell them that we always sit in the front row? നമ്മളെപ്പോഴും സഭയിൽ ചെന്നാൽ മുൻനിരയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഈ കാര്യം പാസ്റ്ററോട് പറഞ്ഞില്ലേ? He said, honey, he did not ask that. പ്രിയമുള്ളവളെ, അതൊന്നും പാസ്റ്റർ ചോദിച്ചില്ല. He just asked, does Jesus live here? യേശു ഈ വീട്ടിലുണ്ടോ? യേശു നിങ്ങളോടുകൂടെ ജീവിക്കുന്നുണ്ടോ? അത് മാത്രമാണ് പാസ്റ്റർ ചോദിച്ചത്. Did you tell him about our children? നമ്മുടെ മക്കളെ കുറിച്ച് പാസ്റ്ററോട് പറഞ്ഞില്ലേ? That my son is a doctor, my daughter is an accomplished person. അതെ, എന്റെ മകൻ ഒരു ഡോക്ടറാണ്, മകൾ വളരെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇതൊന്നും പാസ്റ്ററോട് പറഞ്ഞില്ലേ? He said, no, he just asked, does Jesus live here? ഇല്ല, പാസ്റ്റർ ഇതൊന്നും ചോദിച്ചില്ല. യേശു നിങ്ങളോടുകൂടെ ഇവിടെ ഉണ്ടോ എന്നേ ചോദിച്ചുള്ളൂ. The most important thing that God will ask is, does Jesus live in your heart? നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ജീവിക്കുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ യേശു ജീവിക്കുന്നുണ്ടോ? ഇത് മാത്രമാണ് യേശു ചോദിക്കുന്ന ചോദ്യം. That is the most important question. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. Would you close your eyes? ദയവായി കണ്ണുകൾ ദൈവസ്ഥയിൽ അടയ്ക്കും. Pastor Rajapukala will come and pray for you. പാസ്റ്റർ രാജപൂക്കാല മുൻപോട്ട് കടന്നുവന്ന് നിങ്ങൾക്ക് വേണ്ടി Have you പ്രാർത്ഥിക്കും. met someone who has more than 25 constructive years? Meet Olive Builders. The Olive Callista is situated in Kakinad, which is fast becoming the center of business activity in Kochi, but at the same time enjoys the freedom from the pollution and rush of city life. The project is at a stone's throw distance from the highly anticipated Smart City project. Meet Olive Builders. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പാർപ്പിട സമുച്ചയം നിങ്ങൾക്കായി ഒരുക്കുന്നു ഒലിവ് ബിൽഡേഴ്സ്. The Olive Callista is a community with 5 towers housing 740 apartments and 11 bungalows spread across 9.5 acres. Right in the center of the community is a man-made lake spread over 1 acre with a water fountain and an arch bridge. വ്യാവസായിക നഗരമായ കൊച്ചിയിലും രാഷ്ട്രീയ തലസ്ഥാനമായ തിരുവനന്തപുരത്തും അക്ഷരനഗരിയുടെ തലസ്ഥാനമായ കോട്ടയത്തും പ്രവാസികളുടെ ഇഷ്ടനഗരമായ തിരുവല്ലയിലും ഒലിവ് ബിൽഡേഴ്സിൻ്റെ ഓൺഗോയിങ് പ്രൊജക്റ്റുകൾ.
The interiors are intelligently designed to give you flexible living spaces where the watchwords are spaciousness and opulence. All of your bedrooms feature a level of decor that proclaims its high-class pedigree. Each crafted in its own special way, spacious in design and perfect in Vastu and Feng Shui element. Start your mornings with a walk or a jog around the world-class jogging track and come a bit closer to nature. The well-appointed swimming pool and the lap pool offer you another choice. Reconnect with your inner self and dive into the silence of your soul at the special meditation room. As the sun sets down, get together with friends at the community's own amphitheater, where you can host special moments that deserve to be celebrated together. The Olive Callista also houses its own barbecue counter and an elegant gazebo that finds its own beautiful place in the community. The Olive Callista also houses its own clubhouse with a state-of-the-art badminton court, a skating ring and a games room. There are dedicated electric buggy cars that you can use to go on a small ride around the community or just drive around feeling the freshness of the wind on your face. If you wish to experience an outstanding combination of high-tech living, spectacular building design, intelligent architecture, environmentally sensitive planning, exceptional security systems, and community amenities benchmarked to the highest standards, this is your chance. For details, contact Varghese Thiruvalla, telephone number 347-420-0487, email varghestvla@gmail.com. Meet Olive Builders.